ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര കോടി രൂപയുടെ ഷെയറാണ് കയ്യിൽ വന്നതെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കൊന്നും നോക്കാറില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. എന്ത് കാര്യം? ഈ 30% ഷെയറുകളുടെ വില അതിന് ഏത് കാലത്തും എത്ര കൂടിയാലും മേഡം അനുഭവിക്കേണ്ടിയിരുന്ന ഒരു ജീവപര്യന്തത്തിന്റെ വിലയേക്കാൾ വളരെ കുറവായിരിക്കും. അതല്ല വക്കീലെ, ഇടപാട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഴയ ലയബിലിറ്റീസ് ഒന്നും എന്നെ ബാധിക്കരുത്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. അത് എഗ്രിമെന്റിൽ ഉറപ്പുവരുത്തണം. അത്രേ ഞാൻ പറഞ്ഞോളൂ. ഏറ്റ കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്റെ വാക്കിനും ഒരു മാറ്റവും ഇല്ലെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കാര്യം സാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ എഗ്രിമെന്റിൽ വെക്കേണ്ട സാറിന്റെ നോമിനിയുടെ പേര്? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഇതൊന്ന് ഫൈനലാവട്ടെ. ഇതെല്ലാം ഫൈനലാണ് സാർ. അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയറുകളും രാജീവ് സാറിന്റെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്. മാഡം ഒന്നുകൂടി വായിച്ചു നോക്കിയാ സൈൻ ചെയ്യുന്ന നടപടിയിലോട്ട് കടക്കായിരുന്നു. വാ, അടിപൊളി ട്രിപ്പായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കി. പിടിച്ചോ, എന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇതെന്താ പോലീസ് ജീപ്പ്? അമ്മയെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കും. സംസാരിച്ച് നിൽക്കാതെ വേഗം നടക്ക്. ഒരു മിനിറ്റ്. അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്ലീപ്പ് ഓവർ? സൂപ്പർ ആയിരുന്നു. അമ്മ സെലക്ട് ചെയ്ത സ്ഥലം അടിപൊളിയായിരുന്നു. ഞങ്ങള് നല്ലതുപോലെ എൻജോയ് ചെയ്തു. നല്ല വൈബായിരുന്നു. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല മാഡം, ഞങ്ങള് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ? എല്ലാരും പോയി വിശ്രമിക്ക. ജെനി, ഇവരകത്തേക്ക് ഉണ്ടോ? റെസ്റ്റ് എടുക്കാൻ സമയമില്ല ആന്റി. എന്റെ അച്ഛൻ ഇപ്പൊ വരും. വരട്ടെ, അതിനെന്താ? ഒരു കാര്യം ചെയ്, ജെനി ഇവരകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. വാ മക്കളെ. ഓഫീസിൽ നിന്നാണല്ലോ. എന്താ സാം? സാർ, ഇന്നിനി ഓഫീസിലേക്ക് വരുമോ? ഇല്ല സാം. എന്ത് പറ്റി? APP ആന്റണി സാർ സാറിനെ മീറ്റ് ചെയ്യാൻ സമയം ചോദിച്ചിരുന്നു. ആ ലോക്കപ്പ് മർദ്ദന കേസിന്റെ വിസ്താരം തുടങ്ങുന്നത് മറ്റന്നാളാണ്. ഓ, APPയോട് നാളെ രാവിലെ കാണാമെന്ന് പറ. ഞാനിപ്പോ മോളെ വിളിക്കാൻ പൊക്കോണ്ടിരിക്കുക. ഇന്നിനി വേറൊരു കാര്യത്തിനും എന്നെ വിളിക്കണ്ട. എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ശരി സാർ. അപ്പോൾ ആന്റണി സാറിനോട് നാളെ രാവിലെ 11 മണിക്ക് കാണാമെന്ന് പറയട്ടെ? ഓക്കെ, നാളെ രാവിലെ 11 മണിക്ക് ഫിക്സ് ചെയ്തോ. ഓക്കെ സാർ. ഞാൻ വായിച്ചു നോക്കി. എനിക്കിതിൽ സംശയമൊന്നുമില്ല. വേണമെങ്കിൽ സാറിനൊന്നുകൂടെ വായിച്ചു നോക്കാം. അയ്യോ, എനിക്കങ്ങനെ സംശയമൊന്നുമില്ല. മാഡം പറഞ്ഞ എനിക്കത് വിശ്വാസമാണ്. അല്ലെങ്കിലും ഒരു പരസ്പര വിശ്വാസമാണല്ലോ എല്ലാം. എന്നാലും ഒന്നുകൂടി വായിച്ചു നോക്കിയേക്ക്. കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. അതാ എന്റെ ഒരു രീതി. അത് പിന്നെ എനിക്കറിയില്ലേ. വക്കീലെ, എവിടെയാണ് ഒപ്പിടേണ്ടെന്ന് താൻ ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി. ഞാൻ ഒപ്പിട്ടേക്കാം. ആദ്യം ഞാൻ തന്നെ ഒപ്പിടാം.
കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടെ ബാക്കിയുണ്ട്. ഒരു 2 ദിവസം. അത് കഴിഞ്ഞ എഗ്രിമെന്റ് ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. അത് മതി. ഉം. എനിക്ക് തന്നെ വിശ്വാസമാണ്. ശരി. ഞാൻ സ്റ്റേഷനിൽ തന്നെ കാണും. താൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ശരി സാർ. മാഡം, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ആ ശരി, ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തോളൂ. ഞാൻ വക്കീലിനെ വിളിച്ചോളാം. ശരി മാഡം. എത്ര കോടി രൂപയുടെ ഷെയറാണ് കയ്യിൽ വന്നതെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കൊന്നും നോക്കാറില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. എന്ത് കാര്യം? ഈ 30% ഷെയറുകളുടെ വില അതിന് ഏത് കാലത്തും എത്ര കൂടിയാലും മേഡം അനുഭവിക്കേണ്ടിയിരുന്ന ഒരു ജീവപര്യന്തത്തിന്റെ വിലയേക്കാൾ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? ആ വക്കീലിനെ വിശ്വസിക്കാല്ലേ? അതെന്താ? പറഞ്ഞതുപോലെ അയാൾ ആ ഡോക്യുമെന്റ്സ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തന്നില്ലെങ്കിലോ എന്നാണോ? അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ അവൻ ഈ കാര്യം മറ്റാരോടും പറയില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. അയാളെ വിശ്വസിക്കാം. എന്റെ കമ്പനി അഡ്വക്കേറ്റിന്റെ വിശ്വസ്തനായ ജൂനിയറാണ് അയാൾ. അതാരാ? അത് ഗൂഗിൾ സാർ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇയാൾക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ കുറച്ച് കഴിഞ്ഞ് വന്നാ പോരായിരുന്നോ? സാറിനെന്താ, ഗൂഗിൾ സാറിന് പേടിയാണോ? ഹേയ്, എനിക്ക് അയാളെ പേടിയൊന്നുമല്ല. കുട്ടിയെ കൊണ്ടുവിടാൻ വന്നപ്പോഴും അയാൾ എന്നെ ഇവിടെ വെച്ച് കണ്ടു. തിരിച്ച് വിളിക്കാൻ വന്നപ്പോഴും ഞാനിവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അയാളൊരു വക്കീലല്ലേ? എന്തെങ്കിലും സംശയം തോന്നിയാലോ?